ഹായ്, വളരെ രുചികരമായ ഒരു ഉണ്ണിയപ്പമാണ് ഇന്നത്തെ റെസിപ്പി. നമുക്ക് നേരെ വീഡിയോയിലേക്ക് കിടക്കാം. ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നൊരു ഉണ്ണിയപ്പമാണ്. ഉണ്ണിയപ്പത്തിനായി ഞാനൊരു 200 ഗ്രാം അരിപ്പൊടി എടുത്തിട്ടുണ്ട്. അരിപ്പൊടി എന്ന് പറഞ്ഞാൽ നൈസായിട്ട് പൊടിച്ച അരി എടുക്കുന്നത്. ഏറ്റവും നല്ലത് പച്ചരി അരച്ചെടുക്കുകയാണെങ്കിൽ നല്ലതാണ്. അതല്ല നിങ്ങളുടെ കയ്യിൽ വല്ല ഇടിയപ്പത്തിൻ പൊടിയോ അല്ലെങ്കിൽ അപ്പത്തിൻ്റെ പൊടിയൊക്കെ ഉണ്ടെങ്കിൽ അതാണ് എടുക്കുന്നത്. പുട്ടുപൊടി എടുക്കരുത്. 200 ഗ്രാം അരിപ്പൊടി എടുത്തിട്ടുണ്ട്. അതപ്പോൾ തന്നെ 200 ഗ്രാം ശർക്കര ചെറുതായിട്ട് ഗ്രേറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. അതുപോലെ 200 ഗ്രാം ചെറിയ പഴം എടുത്തിട്ടുണ്ട്. പഴം നിങ്ങൾക്ക് വേണമെങ്കിൽ ഞാലിപ്പൂവനോ പാളയംകോടനോ അല്ലെങ്കിൽ നിങ്ങൾക്ക് റോബസ്റ്റോ പഴം വേണമെങ്കിൽ ഉപയോഗിക്കാം. അതുപോലെ ഒരു ചെറിയൊരു കപ്പിൽ ഞാൻ തേങ്ങാ കൊത്തെടുത്തിട്ടുണ്ട്. 1 കപ്പ് ഗോതമ്പ് പൊടി എടുത്തിട്ടുണ്ട്. ഗോതമ്പ് പൊടിയോ അല്ലെങ്കിൽ നിങ്ങൾക്ക് മൈദമാവ് വേണമെങ്കിൽ മൈദമാവ് എടുക്കാം. നമുക്ക് ആദ്യമായിട്ട് 200 ഗ്രാം ശർക്കര എടുത്ത് ഞാൻ കുറച്ച് വെള്ളം ഒഴിച്ച് ഇതൊന്ന് നന്നായിട്ടൊന്ന് മെൽറ്റ് ചെയ്തെടുക്കാം. നന്നായിട്ടൊന്ന് ശർക്കര പാനിയാക്കി എടുക്കാം. അതിനെ ഞാനൊരു 1/4 കപ്പ് വെള്ളമാണ് ഒഴിച്ചുള്ളത്. 1/4 കപ്പ് വെള്ളം ഒഴിച്ച് നന്നായിട്ടൊന്ന് പാനി എടുത്ത് ഇതൊന്ന് അരിച്ചെടുത്തേക്കണം. അരിച്ചെടുക്കുന്ന വേറെ ഒന്നുണ്ട്, ശർക്കര നമ്മൾ എന്തെങ്കിലും കരടുണ്ടെങ്കിൽ അത് പോകാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇതിനൊന്ന് നന്നായിട്ടൊരു ശർക്കര പാനിയായിട്ട് എടുക്കാം നമുക്ക് ആദ്യമായിട്ട്. ഇപ്പോൾ ശർക്കര നന്നായിട്ട് മെൽട്ടായിട്ടുണ്ട്. ഇതിനെ ഒന്ന് നന്നായിട്ടൊന്ന് അരിച്ചെടുത്ത് ഒന്ന് തണുത്തതിന് ശേഷം വേണം നമുക്കിത് മിക്സ് ചെയ്യാൻ. അപ്പോൾ ഇതൊന്ന് അരിച്ചെടുത്തതിന് ശേഷം നമുക്കിതൊന്ന് തണുക്കാൻ മാറ്റി വയ്ക്കാം അതിനെ. ഇനി നമുക്ക് ഉണ്ണിയപ്പത്തിലേക്കുള്ള ബാറ്റർ തയ്യാറാക്കാം. അതിനായിട്ട് നമ്മൾ അരിപ്പൊടിയിലേക്ക് നേരത്തെ എടുത്ത് വെച്ചിരിക്കുന്ന ഒരു 1/4 കപ്പ് ഗോതമ്പ് പൊടി കൂടി ചേർക്കാം. കൂടാതെ അരച്ച് വെച്ചിരിക്കുന്ന പഴം ചേർക്കാം. അതുപോലെ മെൽട്ടായിരിക്കുന്ന ശർക്കര പാനിയും കൂടി ചേർക്കാം. ഇതെല്ലാം ചേർത്ത് നമുക്കിതൊന്ന് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കണം. ഏകദേശം ഒരു ദോശമാവിനേക്കാൾ കുറച്ചും കൂടി കട്ടിയാവുന്ന കൺസിസ്റ്റൻസിയിലാണ് നമ്മൾ ഈ ഉണ്ണിയപ്പത്തിനുള്ള ബാറ്റർ തയ്യാറാക്കേണ്ടത്. ഇതൊന്ന് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. ഇനി നമുക്ക് ഏകദേശം ഈ ഒരു കൺസിസ്റ്റൻസിയിൽ വേണം നമ്മളിത് ബാറ്റർ മിക്സ് ചെയ്തെടുക്കാൻ. നിങ്ങൾക്ക് ഇത്തിരി കട്ടി കൂടുതൽ തോന്നുകയാണെങ്കിൽ ഇച്ചിരി വെള്ളം ചേർത്ത് ഒന്ന് ഈ ഒരു കൺസിസ്റ്റൻസി കൊണ്ടുവരുന്നവരെ നിങ്ങൾ ചെയ്തെടുക്കാം. ഇതിലേക്ക് ഞാൻ കുറച്ചൊരു 1/4 ടീസ്പൂൺ അളവിൽ ഏലക്കായ ഇടുന്നുണ്ട്. കുറച്ച് തേങ്ങാക്കൊത്ത് ചെറുതായി അരിഞ്ഞ് നെയ്യിൽ വറുത്തതാണ്, അതും കൂടി ഞാൻ ഇതിലേക്ക് ചേർക്കുന്നത്. ഇത് ഓപ്ഷണലാണ്, നിങ്ങൾക്ക് വേണമെങ്കിൽ ചേർത്താൽ മതി. ഇത് ചേർക്കുമ്പോൾ കുറച്ച് നല്ല ടേസ്റ്റ് ഉള്ളതുകൊണ്ടാണ് ഇത് ചേർക്കുന്നത്. നിങ്ങൾക്ക് ഓപ്ഷനാണ്, വേണമെങ്കിൽ മാത്രം ചേർത്താൽ മതി. ഇതും കൂടി ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം നമുക്കിതിനൊരു 4 to 5 hours റൂം ടെമ്പറേച്ചറിൽ വെച്ച് ഇതൊന്ന് മാവ് പുളിപ്പിച്ചെടുക്കണം. ഇപ്പോൾ അതല്ല നിങ്ങൾക്ക് പെട്ടെന്ന് ഉപയോഗിക്കണം തോന്നുകയാണെങ്കിൽ ഒരു 1/2-3 മണിക്കൂർ കഴിയുമ്പോൾ നിങ്ങൾ ഇതിലേക്ക് കുറച്ച് ബേക്കിംഗ് സോഡ ഉപയോഗിച്ച് ചേർത്തിട്ട് വേണമെങ്കിൽ ഉപയോഗിക്കാം. പക്ഷേ നിങ്ങൾ നോർമൽ ടെമ്പറേച്ചറിൽ വെച്ച് ഒന്ന് പുളിപ്പിച്ചെടുത്ത് ചെയ്യുമ്പോഴായിരിക്കും കുറച്ചും കൂടി ടേസ്റ്റ് ഉണ്ടാവും. ഇതിന് നമുക്കൊരു 6 hours എങ്കിലും, ഒരു 4 to 5 hours, 6 hours വേണമെന്നില്ല, 4 to 5 hours നമ്മളിതിനെ റൂം ടെമ്പറേച്ചർ വെച്ച് പുളിപ്പിക്കാൻ വയ്ക്കാം. അതുകൂടാതെ തന്നെ ഇതിലേക്ക് കുറച്ച് ഉപ്പും കൂടി ഞാൻ ചേർക്കുന്നുണ്ട്. ഉപ്പ് ചേർക്കുന്നത് എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ ഒരു ഫ്ലേവേഴ്സ് എല്ലാം ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു 1/4 ടീസ്പൂണിൽ താഴെ കുറച്ച് ഉപ്പ് ചേർക്കുന്നുള്ളൂ. അതും കൂടി ചേർത്ത് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. അതിന് ശേഷം നമുക്കിത് ഒരു 4 to 5 hours റെസ്റ്റ് ചെയ്ത് വയ്ക്കാം. വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്നൊരു ഉണ്ണിയപ്പ റെസിപ്പിയാണിത്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യണം. ഈ റെസിപ്പി കണ്ട് ഇഷ്ടപ്പെട്ട എല്ലാവരും ഒന്ന് ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. അതുപോലെ തൊട്ടടുത്തുള്ള ഒരു ബെൽ ബട്ടൺ കൂടെ അമർത്തുകയാണെങ്കിൽ എൻ്റെ പുതിയ വീഡിയോകൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് കിട്ടും. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശം താഴെ കമൻറ്റ് ബോക്സിലൂടെ ഒന്ന് അറിയിക്കണം. അപ്പോൾ നമുക്കിതിനെ ഇനി റെസ്റ്റ് ചെയ്യാൻ വയ്ക്കാം. ഒരു 4 to 5 hours റെസ്റ്റ് ചെയ്താൽ വയ്ക്കാം. നമ്മുടെ മാവ് ഏകദേശം ഒരു 5 മണിക്കൂർ റൂം ടെമ്പറേച്ചർ വെച്ചാണ് ഇതിപ്പോൾ ഏകദേശം പൊന്തി വന്നിട്ടുണ്ട്. ഇനി നമുക്കതിനെ ഉണ്ണിയപ്പമായിട്ട് മാറ്റാം. നമുക്കതിനായിട്ടൊരു ഇത് ചൂടാക്കിയിട്ട് അതിലേക്കൊരു ഓരോ കുഴിയൊരു 1/4 ഭാഗം എണ്ണ വരുന്ന രീതിയിൽ ഒന്ന് വെളിച്ചെണ്ണ ഒഴിച്ച് ഒന്ന് ചൂടാക്കിയെടുക്കാം. എണ്ണ ചൂടായിട്ടുണ്ടോ എന്ന് അറിയാൻ വേണ്ടിയിട്ട് നമുക്ക് ഇച്ചിരി അതിലേക്ക് മാവ് ഒറ്റിച്ച് നോക്കിയാൽ മതി. ചൂടായിട്ടുണ്ടെങ്കിൽ ആ മാവ് പൊന്തി വരും. അപ്പോൾ നമുക്കൊന്ന് ഒത്തിരി വെയിറ്റ് ചെയ്യാം, ഒന്ന് ചൂടായിക്കോട്ടെ. എണ്ണ ഏകദേശം ചൂടായിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ഇതിലേക്ക് നമുക്ക്
ഇതൊന്ന് നന്നായിട്ട് വെന്ത് വരട്ടെ. വെന്ത് വരുമ്പോൾ ഇതിൻ്റെ ഒരു സൈഡ് ഒന്ന് ബ്രൗൺ കളറായി വരുമ്പോൾ തിരിച്ചും കൂടി ഇട്ട് ഒന്ന് വേവിച്ചെടുത്ത് കഴിഞ്ഞാൽ വളരെ ടേസ്റ്റ് ആയിട്ടുള്ള ഉണ്ണിയപ്പം റെഡിയാണ്. ഒന്ന് വെന്ത് വരുന്നവരെയും കൂടി നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാവേ. ഇത് ഒത്തിരി ഹൈ ഫ്ലെയിമിലിടരുത്, ഒത്തിരി ലോ ഫ്ലെയിമിലിടരുത്. ഒത്തിരി ലോ ഫ്ലെയിമിൽ ഇട്ട് കഴിഞ്ഞാൽ ഉണ്ണിയപ്പം ഒത്തിരി എണ്ണ കുടിക്കും. അതുകൊണ്ട് ഒത്തിരി ലോ ഫ്ലെയിം ഉണ്ട്. ഒരു മീഡിയം ടു ഹൈയിൽ ഇട്ടിട്ട് വേണം ഇത് വേവിച്ചെടുക്കാൻ. ഒത്തിരി ഹൈ ഫ്ലെയിം വെച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് കരിഞ്ഞു പോകാനുള്ള സാധ്യത കൂടും. അപ്പോൾ ഒരു മീഡിയം ടു ലോ ഫ്ലെയിമിൽ ഇട്ടിട്ടാണ് എപ്പോഴും നമ്മൾ വേവിച്ചെടുക്കാൻ. നമുക്കിതിനെ ഓരോന്നായിട്ട് കോരിയെടുക്കാം. നന്നായിട്ട് വെന്തിട്ടുണ്ട് ഇതെല്ലാം. ഇതുപോലെ ബാക്കിയുള്ള മാവും കൂടി നമുക്കൊന്ന് ഉണ്ടാക്കിയെടുക്കാം.